ഇക്കുറി മലയാളികൾ ഓണത്തിന് പച്ചക്കറിക്കായി അന്യസംസ്ഥാനത്തെ ആശ്രയിക്കേണ്ടി വരുമെന്നത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. കനത്ത ചൂടും ജലദൗർലഭ്യവും മൂലം പച്ചക്കറി ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞതോടെ കർഷകർ കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുകയാണ്. വൻതുക മുടക്കി കൃഷിയിറക്കിയ മിക്ക കർഷകരും കൊടുംചൂട്, മഴയില്ലായ്മ എന്നിവ മൂലം വലയുകയാണ്. ചൂട് കൂടിയതോടെ കായ്ച്ചു തുടങ്ങിയ പച്ചക്കറികൾ ഉൾപ്പെടെ നശിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഓണത്തിനായി നട്ടവയും ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. പച്ചക്കറി കൃഷിയുടെ പൂക്കളും കായ്കളുമൊക്കെ കരിഞ്ഞുണങ്ങുകയും പൊഴിയുകയുമാണ് ചെയ്യുന്നത്. പാട്ടഭൂമിയിൽ കൃഷിയിറക്കിയ കർഷകരെയാണ് കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്നത്. ബാങ്കിൽ നിന്നും വായ്പയെടുത്ത ആഭരണങ്ങൾ പണയപ്പെടുത്തിയും പലിശക്കെടുത്തുമൊക്കെയാണ് ഇവർ കൃഷിയിറക്കിയിരുന്നത്. കൃഷിനാശത്തിലൂടെ ഇവർ നേരിടുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയാണ്. വിളവെടുക്കൽ പാതിയോളമായിട്ടും സാധാരണ ലഭിക്കുന്ന വിളവ് കാലാവസ്ഥാ വ്യതിയാനം മൂലം കർഷകർക്ക് ലഭിച്ചിട്ടില്ല. കടുത്ത ചൂടിൽ കൃഷിനാശം നേരിടുന്ന കർഷകർക്ക് കൃഷി പുനരാരംഭിക്കുവാൻ സർക്കാർ ധനസഹായം ലഭ്യമാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. അത്യുഷ്ണം കന്നുകാലി വളർത്തലിൽ ഏർപ്പെട്ട കർഷകരെയും ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. വെള്ളം ലഭിക്കാതെ പശുക്കൾ തളർന്നു വീഴുന്നത് പതിവായതോടെ മലയോര മേഖലയിൽ ക്ഷീരമേഖല ചരിത്രത്തിൽ ഇതുവരെയില്ലാത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. കിണറുകളും തോടുകളും വരളുകയും നീരൊഴുക്ക് ഇല്ലാതാവുകയും ചെയ്തതോടെയാണ് മലയോരത്ത് പശു വളർത്തൽ പ്രതിസന്ധിയിലായത്. അത്യുൽപാദന ശേഷിയുള്ള പശുക്കളാണ് അപകടത്തിന് ഇരയാകുന്നതിൽ കൂടുതലും. ചൂട് താങ്ങാൻ പറ്റാത്ത ഈ ഇനങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം നൽകാൻ സാധിക്കാത്തതാണ് തളർന്നു വീഴുന്നതിനും ചത്തുപോകുന്നതിനും ഇടയാക്കുന്നത്. കൂടുന്ന സ്വർണ്ണവില കേട്ട് തല കറങ്ങുന്നുണ്ടോ? എന്നാൽ നിങ്ങൾക്കായി 2 days ഓഫർ ഒരുക്കിയിരിക്കുകയാണ് രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ്. ഏപ്രിൽ 20, 21 തീയതികളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് സ്വർണത്തിന്റെ മാർക്കറ്റ് വിലയിൽ നിന്നും പവന് 600 രൂപ കുറവിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ സുവർണാവസരം. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ 916 BIS HUID സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാനുള്ള ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫർ. ഡയമണ്ട് 1 കാരറ്റിന് 29,000 ഓഫ്. കൂടാതെ എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ എന്നിവയും രാജകുമാരി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ആഭരണങ്ങൾ രാജകുമാരിൽ നിന്ന് തന്നെ ആവട്ടെ.